ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് SEO അഥവാ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്താണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു, SEOനെ പറ്റിയിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ SEOനെ പറ്റി പറയാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻലി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് SEO, രണ്ടാമത്തത് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് SEO എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ SEOനെ പറ്റി ഒരുപാട് വീഡിയോ ഇതിൽ കണ്ടിന്യൂഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, എന്നാലേ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ കണ്ടൻറ്റ് ക്ലിയറായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് ഈ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ? അത് കുറച്ച് മെത്തേഡ്സ് ആണ്, കുറച്ച് പ്രാക്ടീസസ് ആണ്. അത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ കണ്ടൻറ്റിലേക്ക്, അത് നിങ്ങളുടെ ഒരു ബ്ലോഗ് പോസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു യൂട്യൂബിലെ ഒരു വീഡിയോ ആയിക്കോട്ടെ, അതിലേക്ക് ഓർഗാനിക് ട്രാഫിക് കൂട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡൗട്ട് ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ, എന്താണ് ഈ ഓർഗാനിക് ട്രാഫിക് എന്ന്? ഈ ഓർഗാനിക് ട്രാഫിക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാശ് കൊടുക്കാതെ കിട്ടുന്ന ട്രാഫിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗാനിക് ട്രാഫിക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് കിട്ടുന്ന വ്യൂസിനെ വേണമെങ്കിൽ നമുക്ക് ട്രാഫിക് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ബ്ലോഗ് പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് എത്ര വിസിറ്റ്സ് വരുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ട്രാഫിക് എന്ന് വിളിക്കുക. അതായത് എത്ര ആൾക്കാർ ആ ബ്ലോഗ് പോസ്റ്റിലേക്ക് കയറുന്നുണ്ട്, ആ ബ്ലോഗ് പോസ്റ്റ് എത്ര ആൾക്കാർ കാണുന്നുണ്ട്, ആ ഒരു കണക്കിനെയാണ് എന്ത് പറയുന്നത്? ട്രാഫിക് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗാനിക് ട്രാഫിക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാശ് കൊടുക്കാതെ കിട്ടുന്ന ട്രാഫിക്കിനെയാണ് ഓർഗാനിക് ട്രാഫിക് എന്ന് പറയുന്നത്. ഇനി പെയ്ഡ് ട്രാഫിക്സ് ഉണ്ട്, അത് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന ട്രാഫിക്കാണ്. അതെങ്ങനെയാണ്? അഡ്വർടൈസ്മെൻറ്റ്സിലൂടെയും സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ്സിലൂടെയും അതുപോലെ തന്നെ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിലൂടെയൊക്കെയാണ് അങ്ങനെ ട്രാഫിക് കിട്ടുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടോട്ടലി SEOയുടെ ട്രാക്കിലാണ് പോകുന്നത്. അപ്പോൾ SEOക്ക് വേണ്ടത് എന്താണ്? ഓർഗാനിക് ട്രാഫിക് കൂട്ടുക. അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഓർഗാനിക് ട്രാഫിക്കിൻ്റെ രണ്ട് തലങ്ങളിലാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നത് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ വഴി. ഒന്നാമത്തത് ക്വാളിറ്റിയും രണ്ടാമത്തത് ക്വാണ്ടിറ്റിയും. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ റെലവൻസ് ഓഫ് ഓഡിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റിന് അതുമായി താല്പര്യമുള്ള ഓഡിയൻസിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ പോലെ വിസിറ്റേഴ്സിനെ കൂട്ടാൻ, ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാഫിക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയില്ല, ഇനി നമ്മൾ SEO എന്നാണ് പറയുക. ഓക്കെ, ഇനി SEOൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ എന്തുകൊണ്ട് SEO നമ്മുടെ വീഡിയോക്ക് അല്ലെങ്കിൽ നമ്മുടെ ബ്ലോഗ് പോസ്റ്റിന് ചെയ്യണം? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ച് എൻജിനിൽ ടോപ്പിലെത്താൻ വേണ്ടിയിട്ട്, സെർച്ച് റിസൾട്ട്സിൽ ടോപ്പിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, നമ്മളിപ്പോൾ ഗൂഗിളിൽ പോയിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ റിസൾട്ട്സ് കിട്ടും. നമ്മൾ സെർച്ച് ചെയ്ത കീവേഡുമായി ബന്ധപ്പെട്ട ഒരുപാട് എന്ത് കിട്ടും? നമുക്ക് റിസൾട്ട്സ് കിട്ടും. അപ്പോൾ നമ്മുടെ റിസൾട്ട്സിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ആൾക്ക് എന്താണ് ഗുണം? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആ സെർച്ച് ചെയ്ത ആൾ കൂടുതൽ ചാൻസ് ടോപ്പിൽ വരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ ടോപ്പിൽ വരുന്ന വീഡിയോസ് ക്ലിക്ക് ചെയ്യാനാണ്. അതുകൊണ്ടാണ് നമ്മൾ മോളിൽ ഹൈ റാങ്ക്സ് കിട്ടാൻ വേണ്ടി സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. ഒരു കീവേഡ് കുറച്ച് ആൾക്കാർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾക്കാരിൽ 70 മുതൽ 80% ക്ലിക്ക് ചെയ്യുന്നത് ആദ്യത്തെ 3 ലിങ്ക്സിലായിരിക്കും. അതുകൊണ്ടാണ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷന് പ്രാധാന്യം കൂടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കൂടുതൽ പൈസയും കിട്ടും, കൂടുതൽ ബിസിനസ്സും ഉണ്ടാവും. സോ ഇതാണ് SEOയുടെ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഘട്ടത്തിലേക്ക് കടക്കാം. അതാണ് ടൈപ്സ് ഓഫ് SEO. അപ്പോൾ ബേസിക്കലി SEO 3 ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ടൈപ്സ് കാണും. പക്ഷേ ബേസിക് ആയിട്ടുള്ള 3 ഡിവിഷൻസ് ആണ്: വൈറ്റ് ഹാറ്റ് SEO, ബ്ലാക്ക് ഹാറ്റ് SEO, ഗ്രേഹാറ്റ് SEO. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കൂടുതൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കാണും. അത് ഇനി നമ്മൾ വേറെ പഠിക്കേണ്ടതാണ്. ഇതാണ് ബേസിക് ടൈപ്സ്. അത് നമ്മൾ അടുത്ത വീഡിയോസിൽ ചർച്ച ചെയ്യും, ഓൺ പേജ് SEO, ഓഫ് പേജ് SEO ഒക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ ടൈപ്സിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ആദ്യം വരുന്നത് വൈറ്റ് ഹാറ്റ് SEO ആണ്. എന്താണ് ഈ വൈറ്റ് ഹാറ്റ് SEO? നമ്മുടെ ഇപ്പോൾ ഗൂഗിളിനാണെങ്കിലും യൂട്യൂബിനാണെങ്കിലും അല്ലെങ്കിൽ ബിങ്, യാഹു, ഏത് സെർച്ച് എൻജിൻ ആയിക്കോട്ടെ, അവർക്കൊക്കെ കുറച്ച് സെർച്ച് എൻജിൻ ഗൈഡ് ലൈൻസ് ഉണ്ട്. റാങ്ക് ചെയ്യാൻ അവർക്ക് കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. നമ്മുടെ ബ്ലോഗ് പോസ്റ്റിന് ഈ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഈ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താൽ മാത്രമേ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസ്ഡ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ റാങ്ക് കൂട്ടാൻ പറ്റുകയുള്ളൂ നമ്മുടെ വീഡിയോസിൻ്റെ. അപ്പോൾ ആ ഗൈഡ് ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന SEOക്കാണ് വൈറ്റ് ഹാറ്റ് SEO എന്ന് പറയുന്നത്. നമ്മൾ ഒരു വിധത്തിലുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കാതെ കറക്റ്റ് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്.
ഈ വൈറ്റ് ഹാറ്റ് എസ് സിഒന് ഹൈ വാല്യൂ ആണ് കമ്പയർഡ് ടു ബ്ലാക്ക് ഹാറ്റ് ആൻഡ് ഗ്രേ ഹാറ്റ് എസ് സിഒ. വൈറ്റ് ഹാറ്റ് എസ് സിഒനാണ് സെർച്ച് എഞ്ചിൻ പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ഹാറ്റ് എസ് സിഒ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഒരു ചില്ലി കാശ് പോലെ നമ്മൾ മുടക്കേണ്ടതില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. അതെനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ പലരും അത് അങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്യാറുണ്ട്. വൈറ്റ് ഹാറ്റ് എസ് സിഒൻ്റെ ഒരു ഡ്രോബാക്ക് അതാണ്. അവർ പറയുന്നത് ഈ വൈറ്റ് ഹാറ്റ് എസ് സിഒ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻ്റ് ആവാൻ, അതിൻ്റെ റിസൾട്ട്സ് കിട്ടാൻ നമുക്ക് കുറച്ച് സമയമെടുക്കും. മറ്റുള്ള എസ് സിഒ മെത്തേഡ്സിനെ അപേക്ഷിച്ച് വൈറ്റ് ഹാറ്റ് എസ് സിഒ കൂടുതൽ സമയമെടുക്കുന്നു എന്നാണ് അവർ പറയുന്ന ഒരു ഡ്രോബാക്ക്. പക്ഷേ അത് ശരിക്കും ഒരു ഡ്രോബാക്ക് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ഹാറ്റ് എസ് സിഒ പ്യുവർ ഫോം ഓഫ് എസ് സിഒ ആണ്. മറ്റ് രണ്ടെണ്ണം നമ്മൾ ചില ഉടായ്പ പണികളൊക്കെ കാണിച്ചിട്ട് ചെയ്യണതാണ്. അത് വെച്ച് ചിലപ്പോൾ നമ്മുടെ റാങ്കിങ് തന്നെ കുളമാവാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് വൈറ്റ് ഹാറ്റ് എസ് സിഒനെ പറ്റി പറയാനുള്ളത്. ഇതാണ് എല്ലാവരും, ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് എല്ലാവരും ഫോളോ ചെയ്യേണ്ട മെത്തേഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ബ്ലാക്ക് ഹാറ്റ് എസ് സിഒ. ബ്ലാക്ക് ഹാറ്റ് എസ് സിഒ എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച്, പെയ്ഡ് ബാക്ക് ലിങ്ക്സ് ഉപയോഗിച്ച്, അങ്ങനെയുള്ള എല്ലാ ഉടായ്പ പണികളും ഉപയോഗിച്ചിട്ട് നമ്മുടെ കണ്ടൻറ്റിനെ റാങ്ക് ചെയ്യാൻ നോക്കുന്ന പരിപാടിക്കാണ് ബ്ലാക്ക് ഹാറ്റ് എസ് സിഒ എന്ന് പറയുന്നത്. അതിലൊരു ഗൈഡ് ലൈൻസ് പോലും അവർ ഫോളോ ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതെങ്ങാനും ഈ സെർച്ച് എഞ്ചിൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിൾ എന്നൊക്കെ പറയുന്നത് വളരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് വേറെ ലെവലിൽ പോയിട്ട് നിൽക്കുക. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു പൊസിഷനിലേക്ക് എല്ലാ സെർച്ച് എഞ്ചിൻസും എത്തി. അപ്പോൾ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടൻറ്റിനെ അവർ റാങ്ക് ചെയ്യില്ല. നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ റാങ്ക് അവർ താഴത്തേക്ക് കൊണ്ടുപോകും. അതാണ് ബ്ലാക്ക് ഹാറ്റിൻ്റെയും ഗ്രേ ഹാറ്റിൻ്റെയും ഒക്കെ പ്രശ്നം. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ഗ്രേ ഹാറ്റ് എസ് സിഒ ആണ്. ഗ്രേ ഹാറ്റ് എസ് സിഒയിൽ നമ്മൾ നോക്കുമ്പോൾ അത് വൈറ്റ് ഹാറ്റിൻ്റെയും ബ്ലാക്ക് ഹാറ്റിൻ്റെയും നടുവിലേക്ക് വരും. പിന്നെ ഇതും നമ്മൾ അധികം ഫോളോ ചെയ്യാൻ പാടില്ല. കാരണം ഇതിലും നമ്മൾ ചെറുതായിട്ട് ഉടായ്പ പണികൾ ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും ആ ഉടായ്പ് നമ്മുടെ സെർച്ച് എഞ്ചിൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബൂം, പണി തീർന്നു. ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഈ ഓരോ ഹാറ്റ് എസ് സിഒസിൻ്റെയും എക്സാമ്പിൾസിലേക്ക് നോക്കാം. ആദ്യം നമ്മൾ വൈറ്റ് ഹാറ്റ് നോക്കുമ്പോൾ റെലവൻറ്റ് കണ്ടൻറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അതുകൊണ്ടാണ് ഞാനത് എംഫസൈസ് ചെയ്തിട്ട് ബോൾഡാക്കി വെച്ചിരിക്കുന്നത്. റെലവൻറ്റ് കണ്ടൻറ്റ്, നമ്മളിപ്പോൾ എന്ത് കണ്ടൻറ്റ് ഇൻ്റർനെറ്റിൽ കൊടുത്താലും, നിങ്ങളുടെ ബ്ലോഗ് പോസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ, എന്ത് കണ്ടൻറ്റ് ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന്, നിങ്ങൾ അത് മാർക്കറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് റെലവൻ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് പരിപാടി ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങളുടെ കണ്ടൻറ്റ് നല്ല റാങ്ക് കിട്ടില്ല. നിങ്ങളുടെ കണ്ടൻറ്റിന് നല്ല റാങ്ക് സെർച്ച് എഞ്ചിന് കൊടുക്കില്ല. അത് റെലവൻസി ഓഫ് കണ്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ ഉണ്ടാക്കിയിട്ട് കേക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് അത് കൊണ്ടുപോയി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതാണ് റെലവൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ യൂസേഴ്സ് സെർച്ച് ചെയ്യുന്ന കീവേഡിന് റെലവൻ്റ് ആയിട്ടാണോ നിങ്ങളുടെ കണ്ടൻറ്റ് വന്നിരിക്കുന്നത് എന്ന് സെർച്ച് എഞ്ചിന് ബോധ്യപ്പെടുത്തണം. അതാണ് റെലവൻറ്റ് കണ്ടൻറ്റ്. രണ്ടാമത്തത് ഓർഗനൈസിങ് കണ്ടൻറ്റ് പ്രോപ്പർലി. അതായത് നമ്മുടെ കണ്ടൻറ്റ് അത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണം? നിങ്ങളുടെ കണ്ടൻറ്റിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് സെർച്ച് എഞ്ചിൻസിന് തോന്നും. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളെ റാങ്ക് മുകളിലേക്ക് വരും. മൂന്നാമത്തത് സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ആണ്. അതായത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാം. അതൊന്നും നിങ്ങളുടെ റാങ്കിങ്ങിനെ തടയില്ല. ഇനി തടയുന്ന കുറച്ച് എക്സാമ്പിൾസിലേക്ക് വരാം. ബ്ലാക്ക് ഹാറ്റ് എസ് സിഒ. ബ്ലാക്ക് ഹാറ്റ് എസ് സിഒൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പെയ്ഡ് ബാക്ക് ലിങ്ക്സ് കിട്ടാൻ വേണ്ടി കാശ് കൊടുത്തിട്ട് നമ്മൾ മറ്റുള്ള സൈറ്റ്സിലൊക്കെ ബാക്ക് ലിങ്ക്സ് ഉണ്ടാക്കുക. അത് വളരെ മോശമാണ്, അത് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ കണ്ടൻറ്റ് അതുപോലെ കോപ്പി അടിക്കുക, അല്ലെങ്കിൽ അതിൽ ചെറിയൊക്കെ ട്വീക്സ് വരുത്തിയിട്ട് അതുപോലെ കോപ്പി അടിച്ചിടുന്നതും പാടില്ല. മൂന്നാമത്തെ കാര്യം കീവേഡ് സ്റ്റഫിങ്. നമ്മൾ പറഞ്ഞു നേരത്തെ വൈറ്റ് ഹാറ്റ് എസ് സിഒൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ റെലവൻസ് പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞു കീവേഡിന് റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് ആയിരിക്കണം. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആ കീവേഡിനെ റെലവൻ്റ് ആക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ബ്ലോഗ് പോസ്റ്റിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ എന്ത് ചെയ്യും? നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ് സ്റ്റഫ് ചെയ്യുമെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ആ കീവേഡ് തന്നെ ഇങ്ങനെ ആ കണ്ടൻറ്റിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ആ വേർഡ്സ് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് പ്രശ്നം ഉണ്ടാവുക? അതും എന്ത് ചെയ്യും? സെർച്ച് എഞ്ചിൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പണി പാടും. പിന്നെ ഗ്രേ ഹാറ്റ് എസ് സിഒൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ക്ലിക്ക് ബെയ്റ്റ്സ് ആണ്. ക്ലിക്ക് ബെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു യൂട്യൂബിലൊരു ചാനൽ കയറി, അപ്പോൾ ചാനലിൽ തംബ്നെയിൽ കാണുന്നത് ഹൗ ടു മേക്ക് $100 എ ഡേ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ആ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ആ തംബ്നെയിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും പറയുന്നുണ്ടാവില്ല. നിങ്ങളെ വെറുതെ ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും, ആ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും അവർ അതുപോലത്തെ തംബ്നെയിൽസും അതുപോലത്തെ ടൈറ്റിൽസൊക്കെ കൊടുക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ക്ലിക്ക് ബെയ്റ്റ്. അവരുടെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ക്ലിക്ക് ബെയ്റ്റ്സ് ചെയ്യുന്നത്.
അപ്പോൾ ക്ലിക്ക് ബേറ്റ്സ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ, കണ്ടൻറ്റ് കയറിയിട്ട് അത് അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്യും, ഓഡിയൻസ് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വാച്ച് ടൈമോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോഗിൽ അവർ നിൽക്കുന്ന സമയമോ കൂടില്ല. അപ്പോൾ നമ്മൾ സെർച്ച് റിസൾട്ട്സിന് താഴെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഒരു പ്രശ്നം. ഇനി രണ്ടാമത്തെ എന്താണ് പറയുന്നത്, പേയിങ് ഫോർ യുവർ കണ്ടൻറ്റ് ഗെറ്റിംഗ് റിവ്യൂഡ് ഇൻ അതർ സൈറ്റ്സ്. അതായത് പെയ്ഡ് റിവ്യൂസ്. നമ്മുടെ കണ്ടൻറ്റിനെ നമ്മൾ കാശ് കൊടുത്ത് മറ്റുള്ള ആളെ കൊണ്ട് എന്ത് ചെയ്യും, റിവ്യൂ ചെയ്യിപ്പിക്കും. എന്നിട്ട് നമ്മുടെ കണ്ടൻറ്റിലേക്ക് അവരെ കൊണ്ട് ലിങ്ക് ചെയ്യിപ്പിക്കും. അത് പെയ്ഡ് ബാക്ക് ലിങ്ക്സ് പോലെ ഒരു ഉടായ്പ പരിപാടിയാണ്. അതും ചെയ്യാൻ പാടില്ല. സോ ഇതാണ് ഈ വൈറ്റ് ഹാറ്റ്, ഗ്രേ ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ് SEOസിൻ്റെ എക്സാമ്പിൾസ് ആയി നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് SEOയുടെ ബേസിക്സും അവരുടെ ഡിഫറെൻറ്റ് ടൈപ്സിനെ പറ്റി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്ത വീഡിയോസിൽ എങ്ങനെ നമ്മൾ SEO ഉപയോഗിച്ച് യൂട്യൂബിൽ നമുക്ക് പവർഫുൾ ആക്കാൻ കഴിയും, നമ്മുടെ യൂട്യൂബ് ചാനലിനെ നമുക്ക് കുറച്ചും കൂടി അടിപൊളിയാക്കാൻ കഴിയും, എങ്ങനെ SEO അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിലും SEO കൊണ്ടുവരാം, ഇനി യൂട്യൂബ് ഉണ്ടെങ്കിൽ യൂട്യൂബിലും SEO കൊണ്ടുവരാം. എനിക്ക് കൂടുതൽ റിക്വസ്റ്റ് വന്നത് യൂട്യൂബ് SEOനെ പറ്റിയാണ്. യൂട്യൂബിൽ എങ്ങനെയാണ് SEO ചെയ്യുക എന്നുള്ള കാര്യങ്ങളായിരിക്കും, അതിനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ടായിരിക്കും എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ യൂട്യൂബിലേക്ക് അത് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. സോ ആസ് ഓൾവേസ്, നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്യാം. പിന്നെ ഈ ചാനൽ ഇതുപോലെ കൂടുതൽ മണി മേക്കിംഗ് കണ്ടൻസും ടിപ്സും ട്രിക്സും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ആ ചെറിയ നോട്ടിഫിക്കേഷൻ ബില്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ കണ്ടൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയാണത്. അപ്പോൾ അടുത്ത വീഡിയോ യൂട്യൂബിനെ പറ്റിയായിരിക്കും. സോ don't forget to watch it, and thank you so much for watching this video. See you soon in the next one.